അപ്പോൾ നമ്മുടെ ഷിയാസ് കരീംബോടെ മഹീന്ദ്ര താർ ഇവിടെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് ഇത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട് ഗ്രില്ലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജീപ്പ് റാംഗ്ലറിന്റെ ആ ഒരു ഗ്രില്ലാണ് നമ്മൾ ആ ഡിസൈനുള്ള ഗ്രില്ലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് റെഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ റെഡും ബ്ലാക്ക് ആണ്, ഗ്ലോസി ബ്ലാക്കും റെഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരനും അത് ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്രില്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ പഴയ ഗ്രില്ലുണ്ട്. മഹീന്ദ്ര താറിന്റെ പ്രത്യേകത വെച്ചാൽ ഒട്ടനവധി ഗ്രില്ലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു ഗ്രില്ലാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിട്ടാ. അപ്പോൾ ബമ്പർ എന്നിട്ട് മാറ്റണില്ലേ, കാരണം വെച്ചാൽ അത്രയ്ക്കധികം മോഡിഫിക്കേഷനിലേക്ക് ഒന്നും പോകില്ല. എപ്പോഴും ഓട്ടമുള്ള ഒരു വണ്ടിയാണ്. അതൊരു ആളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഒന്നും മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് വലിയ ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ നമ്മൾ ഹെഡ് ലാമ്പ് ചെയ്തിട്ടുള്ള ഇതിൽ വന്നിട്ടുള്ള ബൾബ്, മുമ്പത്തെ ഹെഡ് ലാമ്പിൽ വന്നിട്ടുള്ള ബൾബ് എന്ന് പറയുകയാണെങ്കിൽ 60-55 വാട്ട്സ് ഉള്ള ബൾബാണ്. അപ്പോൾ വെട്ടം വളരെ കുറവാണ്, അതുപോലെ തന്നെ കാണാനും ലുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ഹെഡ് ലാമ്പ് ആണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല വണ്ടി കാണാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയോടുള്ള ഹെഡ് ലാമ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് 3500 തൊട്ട് നമുക്ക് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മളെ ഷോപ്പിൽ. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് 13,000 രൂപ വരുന്ന ഒരു ഹെഡ് ലാമ്പാണ്. ഇതിൻ്റെ തന്നെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് മെറ്റലായിട്ട് വരുന്ന ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അലുമിനിയം ഫ്രെയിം ആയിട്ട് വരുന്ന ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന് തന്നെ പ്ലാസ്റ്റിക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ നല്ല വാട്ടുള്ള ഒരു LED കാര്യങ്ങൾക്ക് ഡിമ്മും ബ്രൈറ്റിലും വന്നിട്ടുണ്ട്. പിന്നെ വെൽക്കം ലൈറ്റ് വന്നിട്ടുണ്ട്. വെൽക്കം ലൈറ്റ് ഒരു ബ്ലൂ ആ വരുന്നത്, അത് ഓട്ടോമാറ്റിക്കായി DR വൈറ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഓരോ സൈഡിൽ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള യെല്ലോ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റർ അലാമായിട്ട് സിഗ്നലായിട്ട് ഇതിൽ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹെഡ് ലാമ്പിന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു വണ്ടിയുടെ മേൾവശം നമ്മൾ റൂഫ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്, വാട്ടർ പ്രൂഫ് ആണ്, വെള്ളമൊന്നും കയറാത്ത ടൈപ്പാണ്. അപ്പോൾ അത് യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ വണ്ടിയിലും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. മഹീന്ദ്ര താറിനായിട്ടുള്ള ഒരു ഐറ്റം അല്ല കേട്ടോ. ഈ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്ന ഹെഡ് ലാമ്പൊക്കെ വരുന്നത് നമുക്ക് മഹീന്ദ്ര താറിനായിട്ടുള്ളതാണ്. പക്ഷെ അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഒരുവിധം എല്ലാ വണ്ടിയിലും ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഇതിന് തന്നെ മൗത്ത് ടൈപ്പും ഒരുപാടധികം ഒട്ടനവധി മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടാ. അപ്പൊ ഇതിന്റെ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ചില വണ്ടികളൊക്കെ മഹീന്ദ്ര താർ വരുമ്പോൾ റൂഫ് ഹോൾ അടിച്ചിട്ട് വയർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ വെള്ളം ഇറങ്ങിയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തും കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വയറിംഗ് കണക്ഷൻ കൊടുക്കുമ്പോഴും നമുക്ക് ഒരുപാടധികം ഫ്യൂസ് ഉണ്ട് ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ കിട്ടുന്ന ഫ്യൂസിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എട്ടിന്റെ പണി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമ്മൾ ഹെഡ് ലാമ്പ് കണക്ഷൻ കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ റൂഫ് ലൈറ്റ് കൊടുക്കുമ്പോഴും ആംബിയൻസ് ലൈറ്റ് ചെയ്യുമ്പോഴും ഓരോന്നിനായിട്ടുള്ള ഫ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അറിയണ ടെക്നീഷ്യനാണ് ഓക്കെ. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാൻ നമുക്ക് നല്ല പണി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിന്റെ റൂഫ് ലൈറ്റ് വന്നിട്ടുള്ളത് യെല്ലോ വൈറ്റ് കളർ കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളെ ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാടധികം വീഡിയോ ഇട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് നമ്മളെ LED ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ. ഒരുപാട് മോഡുകളുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ റിമോട്ട് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ സീറ്റ് മോഡിഫൈ ചെയ്തിട്ട്, സീറ്റ് ഓൾട്രേഷൻ അല്ല, നമുക്ക് 3 ടൈപ്പിൽ ഇവിടെ നമ്മുടെ ഷോപ്പിൽ സീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നോർമൽ ടൈപ്പ്, നമ്മൾ വീഡിയോസ് കാണിക്കുന്ന ടൈപ്പ് സീറ്റ് കവേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് നമുക്ക് ഈ ഒരു കമ്പനി വന്ന സീറ്റിൽ ഇപ്പോൾ മഹീന്ദ്ര താർ എടുത്ത് പറയുകയാണെങ്കിൽ കമ്പനി വന്ന ആ ഒരു റെക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഉള്ളിൽ വരുന്ന ഒരു ഫോമിൽ നമ്മൾ സ്കിൻ ഫിറ്റ് ആയിട്ട് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ. അതാണ് ഈ ഒരു വണ്ടി ചെയ്തിട്ടുള്ളത്. ഇനി അത് കൂടാണ്ട് നമുക്ക് ആ ഒരു ഫോമിൽ അതിൻ്റെ റെക്സിന് എടുത്ത് കളഞ്ഞിട്ട് അതിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്ത ശേഷം നമുക്ക് സീറ്റ് കവറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് സീറ്റ് ടൈപ്പ് ആക്കും. നമുക്ക് തൈ സപ്പോർട്ടും വിങ്സും ഷോൾഡറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്കാക്കി എടുക്കാൻ പറ്റും. ഇതിൽ ചെയ്തിട്ടുള്ളത് ഞാൻ രണ്ടാമത് പറഞ്ഞ ടൈപ്പ് സ്കിൻ ഫിറ്റാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ലാത്ത ലുക്കായിട്ടുണ്ട്. ഫുൾ റെഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡിസൈനൊക്കെ എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ എടുത്തു പറയുന്നത് നമ്മളെ സ്റ്റിയറിംഗ് റാപ്പ് ചെയ്തിട്ടുള്ളത് ഒരു പ്രീമിയം ഐറ്റാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. കാർബൺ ഫൈബറും റെഡും ജെല്ലി ആയിട്ട് വരുന്ന ഐറ്റമാണ്. ഇതിന്റെ സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞായിരുന്നു, വിഷർപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പ് ആവണ ഒരു സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഉള്ളിൽ ഇതിൽ 2 ആംറസ്റ്റ് വന്നിട്ടുണ്ട്, ബാക്ക് 2 സൈഡിൽ. അപ്പോൾ ഫ്രണ്ടിൽ പുള്ളി ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ വണ്ടി കുറച്ച് ലോങ് ഒക്കെ ഓടിക്കുമ്പോൾ കൈ ഭയങ്കരമായിട്ട് സീനാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രീമിയം ടൈപ്പ് ഒരു ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് തന്നെ കുറഞ്ഞത് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഒരുപാട് ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. നല്ല ചെയ്യുകയാണെങ്കിൽ നല്ല ഈട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ കംപ്ലൈൻസും വളരെ കുറവായിരിക്കും. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡോർ ഇഞ്ചസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സൈഡിൽ ആ ഒരു ഡോർമ ഫിറ്റ്മെന്റ് ചെയ്യണത് നമുക്ക് ചവിട്ടി കയറിയിട്ട് എന്തെങ്കിലും തുടയ്ക്കാനോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് ഉള്ളൊരു വണ്ടിയാണ്. പക്ഷെ എന്നാൽ തന്നെ ഈ ഒരു ഡോർ ഇഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക്
മുകളിലൊക്കെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമുള്ള സംഭവം തന്നെയാണ്. കൂടുതലും ഇത് മേളിൽ കയറി തുടയ്ക്കാനുള്ള ഒരു ഐറ്റായിട്ടല്ല ആൾക്കാർ ഫിറ്റ്മെന്റ് ചെയ്യണത്. ഒരു കാണാനൊരു രസം തന്നെയാണ്. സൈഡ് ലുക്കൊക്കെ വേറെ ലെവലാണ് ഒരു സംഭവം ഫിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഡോർജസ് ഒരുപാടധികം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ചെയ്തിട്ടുള്ള സ്റ്റോൺ മെയ്ഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഫുൾ ബ്ലാക്കിൽ റെഡ് ഡിസൈനിലെ കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ ഈ ഒരു മഹേന്ദ്ര താറിന്റെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത ആക്സസറീസ് കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവർക്കും വീഡിയോയും വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്ന റേറ്റ് കാര്യങ്ങളൊക്കെ എന്തായിട്ട് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായിട്ടും നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുക. തലേദിവസം ബുക്ക് ചെയ്തിട്ട് മാത്രം നമ്മുടെ ഷോപ്പിലേക്ക് വരിക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനലിൽ ഒരുപാടധികം വീഡിയോസ് നമ്മൾ ഇനി ഇടുന്നുണ്ട്. ഒട്ടനവധി വീഡിയോസ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.